എന്താ പറയാ, ചോദിക്കാൻ ചോദിക്കും. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ. ഹരേ കൃഷ്ണ. അപ്പം ഇത് വളരെ ദുഃഖകരമായ ഒരു സന്ദർഭമാണ്. കാര്യം എങ്ങനെ പറയണം, എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. കാര്യം ഇത് 7 വർഷത്തെ ജയത്രിയായിരുന്നു പ്രഭുവിൻ്റെ കൂടെ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഹിന്ദി ക്ലാസ്സുകളിലാണ് ഇംഗ്ലീഷ് ഹിന്ദി ക്ലാസ്സുകളിലാണ് ആദ്യം വന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു വർഷം ഗുരുമഹാരാജ് ദോഹ വന്ന സമയത്ത് വെച്ചിട്ട് നമ്മുടെ ആറാടി പ്രഭുവിൻ്റെ മാതാജി അവിടെ വെച്ച് പരിചയപ്പെടുകയും മലയാളം സംസാരിക്കുന്ന ആൾക്കാരെ അവിടെ വെച്ച് കാണുകയും അപ്പം മലയാളം ഡിവോട്ടീസ് ഒക്കെ ഉണ്ടെന്ന് അവിടെ വെച്ചിട്ട് മനസ്സിലാകുകയും അങ്ങനെ ആറാടി പ്രഭുവിൻ്റെ നമ്പർ കിട്ടി. അവരുടെ വീട്ടിൽ 2-3 പ്രാവശ്യം ഭഗവത്ഗീത അറ്റൻഡ് ചെയ്തു, ഈവനിങ്ങിൽ ഫ്രൈഡേയിൽ. അങ്ങനെ ഭഗവത്ഗീത അറ്റൻഡ് ചെയ്തു. അപ്പം പ്രഭു കാര്യം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പ്രഭുവിനെ എനിക്ക് അറിയില്ലായിരുന്നു. കുഞ്ഞോൻ പ്രഭു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം ഒരു ഗീതാകാരി മാതാജിയായിരുന്നു ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഷഡ്ഭുജ പ്രഭുവിൻ്റെ നമ്പറൊക്കെ കിട്ടി. ഒരു കേരളീയത്തിൻ്റെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഷഡ്ഭുജ പ്രഭുവിൻ്റെ മോളുടെ ഒരു ഡാൻസ് ഒക്കെ ആണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഷഡ്ഭുജ പ്രഭുവിൻ്റെ പരിചയപ്പെട്ട് അങ്ങനെ പിന്നെ നമ്മൾ SBDയിലേക്ക് സത്സംഗത്തിൽ വന്ന ഒരു നീണ്ട ഒരു ജൈത്രയാത്രയായിരുന്നു. കാര്യം അവിടെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു വലിയ സത്സംഗം തന്നെയായിരുന്നു അവിടെ. അപ്പം മെയിൻലി ഹൈലൈറ്റ് ചെയ്തിരുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ. അതായത് ആ ഒരു വില്ലയിലുള്ള സൗകര്യവും പിന്നെ അവിടുത്തെ ആ ഒരു തുളസി ആരതി, പ്രഭുവിൻ്റെ മാതാജിയുടെ ഹോസ്പിറ്റാലിറ്റി, അവിടുത്തെ ഭഗവാൻ, അതുപോലെ തന്നെ പ്രസാദം, ദയാനന്ദ പ്രഭുവിൻ്റെ പ്രസാദം, അങ്ങനെ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ ഇരച്ചു നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ എല്ലാ പ്രോഗ്രാംസ് നടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി ഭഗവാന്റെ നിശ്ചയം കൊണ്ടായിരിക്കാൻ പ്രഭുവിനും മാതാജിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. പിന്നെ കുറേ പേര് നാട്ടിൽ പോയി. അങ്ങനെ ആൾ കുറഞ്ഞു വന്നു. പിന്നെ ഇടയ്ക്ക് കോവിഡ് വന്നു. അങ്ങനെ ഓൺലൈൻ സത്സംഗമായി. അങ്ങനെ ആളൊക്കെ വളരെ വളരെ കുറഞ്ഞ് ശുഷ്കിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതെല്ലാം എന്താ പറയുക, ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സീരിയസ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ എല്ലാം തെറ്റുകൾ ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു പ്രവൃത്തി, ആ ഒരു കൃഷ്ണാവബോധത്തിൽ സീരിയസ് ഇല്ലാത്ത ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ പ്രഭുവിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ, പ്രഭു ഇപ്പം ഭഗവത്ഗീത ആദ്യ ഭക്തിവിഷ എടുത്ത് കുറച്ചാൾ, പിന്നെ ഭഗവത്ഗീതയാണ് എടുത്തത്. 13ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പം പ്രഭു ഒരു ദിവസം ഒരു ശ്ലോകം എടുത്തിട്ട് ആ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ, അത് നമ്മൾ ഓരോ പ്രാവശ്യം പ്രഭു ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കും, പ്രഭു ഇത് എങ്ങനെ ഇത് ഇത്രയും പറയുന്നു, ഇത്രയും നോട്ട്സ് എങ്ങനെ ഒരാളെ കൊണ്ട് എഴുതാൻ പറ്റും. കാര്യം ഒരു മാനുഷികമായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ആകെപ്പാടെ 2-3 മണിക്കൂറാണ് പ്രഭു ഒരു ദിവസം ഉറങ്ങുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ചില ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്കും പ്രഭു നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പ്രഭു എന്നിട്ട് പോലും ഒരു ക്ലാസ് പ്രഭു ക്യാൻസൽ ചെയ്യുന്നില്ല. പ്രഭു ചില സമയത്ത് ഇരുന്ന് പ്രഭുവിന് ഉറക്കം വരുന്നുണ്ട്, എന്നിട്ടും പ്രഭു ക്യാൻസൽ ഒന്നും ചെയ്യാതെ പ്രഭു നമ്മളോടുള്ള ആ ഒരു അഹൈതകമായ കാരുണ്യം കൊണ്ട് ക്ലാസ് എടുത്ത് മുന്നോട്ട് പോവാണ്. അതായത് അപ്പം നമുക്ക് ശരിക്കും ഒരു ആചാര്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രഭുവിനെ പോലെയുള്ള ആൾക്കാരെ തന്നെയാണ്. കാര്യം നമ്മൾ ഇതിലൊക്കെ ഒരുപാട് തവണ പഠിച്ചാണ്. അതായത് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കുന്ന ഒരു ആചാര്യൻ, എന്ത് പറയുന്നത് അത് അതേപടി ആചരിക്കുന്ന ആളായിരിക്കുന്ന ആചാര്യൻ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രഭു. കാര്യം പ്രഭു ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഭഗവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഭഗവാന്റെ ആ ഒരു ഭക്തി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഭക്തന്മാരെ സത്സംഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതല്ല. നമുക്കൊക്കെ ഈ മനുഷ്യായുസ്യത്തിൽ അത് ചെയ്യാൻ പറ്റുമില്ലെന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമാണ്. എടുത്തിന് ഇങ്ങോട്ട് കയറുന്ന വഴിയൊന്നും അപ്പൊ അങ്ങനെ ആ ഒരു പിന്നെ ആ പറയുന്ന റെഫറൻസസുകൾ പ്രഭു വളരെ ആധികാരികമായിട്ട് റെഫറൻസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എങ്ങനെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, പ്രഭു എവിടെ നിന്നാണ് ഇതിന് മാത്രം പോയിന്റ്സ് എഴുതുന്നതെന്ന്. പ്രഭുവിന്റെ ആ ഒരു ഓരോ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ പോയിന്റ്സ് എഴുതി നമ്മുടെ ബുക്ക് നിറയും. പക്ഷെ നമുക്കതിൽ ഒരു പോയിന്റ്സ് പോലും നമ്മളുടെ ആ ഒരു ഭൗതികതയിൽ ജീവിക്കുന്നുണ്ട് നമുക്കതിന്റെ ഓർമ്മ വരത്തില്ല. പക്ഷെ അവസാനം നമ്മൾ ആ ബുക്കിൽ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ
എന്താണ് നമുക്കൊരു പോയിന്റ് പോലും നമുക്ക് അവസാനം ആ റിയലൈസേഷന്റെ സമയത്ത് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത്രയും പോയിന്റ്സ് പ്രഭു എവിടെ നിന്ന് എങ്ങനെ കളക്ട് ചെയ്യുന്നത് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് പ്രഭുവിനോട് അത് വ്യക്തിപരമായിട്ട് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം അതുപോലെ ഏത് സബ്ജക്റ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭുവിന് അതിന്റെ ആ ഒരു റെഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊക്കെ പേഴ്സണലി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു കൗൺസിലർ ശരിക്കും നമുക്ക് പേഴ്സണലി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു കൗൺസിലർ എങ്ങനെ അത് പരിഹരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും പ്രഭുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും. അല്ലെങ്കിൽ ആ പ്രഭുവിന്റെ ഒരു പ്രേയേഴ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന എന്ന് എനിക്ക് അനുഭവത്തിൽ കൂടെ തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇത്രയും ആ ഒരു 2 പേരെയൊക്കെ വെച്ചിട്ട് പ്രഭു സത്സംഗം എടുക്കുമ്പോൾ പ്രഭുവിന്റെ മനസ്സിലെ എന്തുമാത്രം വിഷമുണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴും ഊഹിക്കാറുണ്ട്. കാര്യം 10 100 പല ആൾക്കാരുണ്ടായിരുന്നതിൽ നിന്ന് പ്രഭു എന്തുമാത്രം പെയിൻ അനുഭവിച്ചിട്ടാണ് നമ്മളെ ക്ലാസ്സിൽ വരുന്നതെന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട് പ്രഭുവിന്റെ ആ ഒരു വിഷമം. പക്ഷെ അത് എന്ത് ചെയ്യാൻ, നമ്മളുടെ എല്ലാവരുടെയും കയ്യിലിരിപ്പ് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഇനിയെങ്കിലും നമുക്ക് പ്രഭുവിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സത്സംഗത്തിൽ പങ്കെടുക്കുക. സത്സംഗത്തിൽ പങ്കെടുക്കുക അല്ലാതെ എന്താ പറഞ്ഞ ഈ മായയുടെ നിന്ന് അതിജീവിക്കാൻ നമുക്ക് പറ്റില്ല. അതായത് സത്സംഗമാണ് നമുക്കൊരു പ്രചോദനം, മുന്നോട്ട് ഭക്തിയുത മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. അപ്പം ഈവൻ ഒരാളാണെങ്കിലും പ്രഭു ക്ലാസ് എടുക്കാനായിട്ട് തയ്യാറാണ്. കാര്യം പ്രഭുവിന് അതേപോലെ ഇൻവിറ്റേഷൻ പല സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട്. എന്നാലും നമ്മളുടെ ഒരു ക്ലാസ് ഉപേക്ഷിക്കാനായിട്ട് പ്രഭു തയ്യാറല്ല. കാര്യം ഇവിടെ ആയിരുന്നു പ്രഭു എന്താ പറയുക, പ്രഭുവിന്റെ ആ ചോരയും നീരും മുഴുവൻ പ്രഭു ചെലവാക്കിയതും അതിന് മാത്രം പെയിൻ അനുഭവിച്ചതും എല്ലാം നമ്മുടെ സത്സംഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. എന്നോട് തന്നെയും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എല്ലാവരും വളരെ എന്താ പറയുന്നത്, പ്രഭു ഇത്രയും നാള് ഈ കഷ്ടപ്പെട്ടതിന്റെ ആ പെയിന് ഉൾക്കൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ എന്താ പറയുക ഊർജിതമായിട്ട് സത്സംഗത്തിൽ കയറുകയും മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസ് ഇല്ലാത്ത ഒരവസ്ഥ കുറെ നാളുകളായിട്ട് ഫേസ് ചെയ്യുന്നതാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത്. തീരെ ഇല്ല, വരുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വരുന്നുണ്ടെന്നോ ഇല്ലെന്നോ എങ്കിലും പറയാനായിട്ടുള്ള ആ ഒരു ഇത് കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ. ഞാനപ്പം പ്രഭുവിന് വേണ്ടിയിട്ട് എനിക്ക് ഇനി എന്താണ് പറയണമെന്ന് എനിക്ക് അറിയില്ല. കാര്യം ഓരോ പ്രശ്നങ്ങളിലും പ്രഭുവിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് അങ്ങനെയാണ്. ഇനി പ്രഭുവിന്റെ അപ്പം ഞങ്ങളെല്ലാവരും ഭഗവാന്റെ അടുക്കൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുവിന് ഈ ഭക്തിയുത സേവനത്തിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും തുടർന്നും എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഇപ്പോഴ് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു മായാദേവിയുടെ തട്ടകത്തിലും പ്രഭുവിന് ഈ ഒരുപാട് ഭക്തന്മാരെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ പ്രഭുവിനെ ഞാൻ അറിഞ്ഞു കൃഷ്ണബലരാം ടെമ്പിളിൽ ഒരു സേവ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ള. അപ്പൊ അങ്ങനെയും ഒക്കെ തന്നെ പ്രഭുവിന്റെ ആ ഒരു തുടർന്ന് പോകാനായിട്ട് ആ ഒരു കൃഷ്ണാബോധത്തില് ഒരു നല്ല നാഴികക്കല്ലായിട്ട് തീരാനായിട്ട് പ്രഭുവിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മളെല്ലാവരും പ്രഭുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പ്രഭുവിന്റെ കുടുംബത്തിലും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാര്യം തുടർന്നുള്ള കാര്യം അറിയാമല്ലോ, നമ്മളെ എത്ര വലിയ ഉയർന്ന ആളായാലും നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നാട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, രീതിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മായയുടെ യാതൊരു പിടിയില്ലാതെ ആ ഒരു രീതിയിൽ കൃഷ്ണാനുഭവത്തിൽ ഉറച്ചു നിൽക്കാനും ഭഗവാന്റെ സേവനത്തില് യാതൊരു വിഘ്നവും കൂടാതെ തുടർന്നും പ്രഭുവിന് അനേക കാലം ഈ ഒരു ഭക്തന്മാരെ ഈ ശ്രേണിയിൽ ചേർത്ത് ഈ ഒരു കണ്ണിയിൽ ഈ ഗുരുപരമ്പരയിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുപ്രഭുവിനെ ആയിട്ടുള്ള പാസ്റ്റ് ടൈംസ് 1-2 വാക്കില് പറയാം. ഓരോരുത്തർക്കും അവസരമുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക്. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു നമ്മളായിട്ട് ജോഗ്രഫിക്കലി ഒന്ന് മാറി നിൽക്കണമെന്നല്ലാതെ വിട്ടു നിൽക്കണമെന്ന് പറയരുത്. വളരെ സങ്കടം ഉണ്ടാക്കുന്നില്ല. നമ്മൾ വീണ്ടും പ്രഭുവിന്റെ തന്നെ ശിക്ഷണത്തിൽ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പോകുമ്പോൾ കൃഷ്ണബലരാമ ക്ഷേത്രത്തിലാണെങ്കിലും പ്രഭുവിന്റെ വീട്ടിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെല്ലാം. ഭഗവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ബന്ധപ്പെട്ടു. അതുപോലെ മാതാജിയും കുട്ടികളും ആണെങ്കിലും പ്രഭുവിന്റെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവരും അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ
സഹകരിക്കുന്നു എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രഭു ഒരിക്കലും മായയുടെ പിടിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലോ ഒന്നും പോകുന്ന എനിക്ക് അതിൽ പ്രതീക്ഷയില്ല. എന്തായാലും പ്രഭു അതിലും വളരെ ആ നാട്ടിലെ സാഹചര്യത്തെ കൂടി മാറ്റിയെടുക്കാൻ പ്രഭുവിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് വളരെ എനിക്ക് 100% തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, പല സത്സംഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ആധികാരികം എന്ന് പ്രഭു പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പ്രഭുവിൽ നിന്ന് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓരോ സത്സംഗങ്ങളിലും പങ്കെടുക്കുന്ന ചില സമയത്ത് ചില പോയിന്റുകൾ ചില അവരേതെയും കുറ്റം പറയുക അല്ലെങ്കിൽ അവരുടെ ദോഷം പറയുകയല്ല, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം പ്രഭു നമുക്ക് വന്നിട്ടുണ്ട്. പ്രഭുവിന്റെ ബുക്കിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് വിവരണവും അതിൽ പ്രഭു തന്നെ പല സത്സംഗങ്ങളിലും കേട്ടിട്ടുള്ള പ്രഭു എഴുതി വെച്ചിട്ടുള്ള അതിന്റെ പോയിന്റുകൾ പ്രഭു പറഞ്ഞ പോലെ നമുക്ക് വിവരിച്ചു തരാറുണ്ട്. 84 ലക്ഷം ജീവജാലങ്ങളിൽ ഉദാഹരണം പറയും. ചില ക്ലാസ്സിൽ അത് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അതിന്റെ ബൈഫർക്കേഷൻ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ളത് പ്രഭു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഉദാഹരണം മാത്രം. അതുപോലെ എനിക്ക് പല സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ പ്രഭുവിന്റെ അടുത്ത് നിവസിച്ചിട്ടുണ്ട്. 12 മഹാജനങ്ങൾ ആരൊക്കെയാണ്, ഇതൊക്കെ പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാവരും പറഞ്ഞ് ക്ലാസ്സിലങ്ങ് പോകും. അവരാരൊക്കെയാണെന്ന് പറയാറില്ല. പക്ഷെ പ്രഭുവിന്റെ അടുത്ത് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഭഗവാന്റെ പാദത്തിന്റെ ചിഹ്നങ്ങൾ അതൊക്കെ പ്രഭു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സത്സംഗം അത് പ്രഭുവിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്റെ അനുഭവത്തിൽ അത് വീണ്ടും ഉണ്ടാവാൻ ഉള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് പ്രഭുവിനെ കുറിച്ചൊന്നും പറയാനില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ഇത്ര വർഷമായി, 5-6 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരയ്ക്കും പ്രഭുവിൻ്റെ കൂടെ തന്നെയാണ് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാനെന്നുണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലൊക്കെ അത് പ്രഭുവിൻ്റെയും കൂടി പ്രഭു പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഭഗവാനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഥകളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നൊക്കെ ഒരുപാട് വ്യത്യാസമായി. നമ്മുടെ ജീവിതചര്യ തന്നെ മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഭക്തിൻ്റെ കാര്യം മാത്രമല്ല, പേഴ്സണലായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പ്രഭുവിൻ്റെ അടുത്താണ് എനിക്ക് പ്രഭു അതിന് ശരിയായിട്ടുള്ളത് മറുപടി കൃത്യമായിട്ട് തരും. എനിക്കും അത് വളരെ ബിസിനസ്സിനായിട്ടാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ആദ്യം പ്രഭുവിനെ ഞാൻ വിളിച്ച കാര്യം പ്രഭുവിനെ കൃത്യമായി മറുപടി തരും. ഇനി ചില കാര്യങ്ങൾ പ്രഭു പറഞ്ഞത് എനിക്ക് പ്രാർത്ഥി കേൾക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ചില സാഹചര്യങ്ങൾ അങ്ങനെയായിപ്പോയതുണ്ട്. എപ്പോഴും പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും നാട്ടിൽ പോയാലും ഞാൻ എപ്പോഴും പ്രഭുവായിട്ട് ബന്ധപ്പെടാൻ എൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഞാൻ പ്രഭുവായിട്ട് നല്ല വിഷമമുണ്ട്. എങ്കിലും പ്രഭുവിൻ്റെ പറയാൻ എനിക്കറിയില്ല കാര്യം. ഭഗവാനല്ല നാട്ടിൽ പോയാലും ഭഗവാൻ പ്രഭുവിൻ്റെ സർവീസിനും എല്ലാ സാഹചര്യങ്ങളും നന്നായിട്ട് ഭഗവാൻ ഞങ്ങൾക്കും അതിൻ്റെതായ വഴിയിലേക്ക് വരാം. പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഭഗവാനെ ശരിക്കും പറഞ്ഞിട്ട് അറിയുന്നത് സുബ്രഹ്മണ്യം പ്രഭു കുട്ടികളുടെ നാദിയെ പ്രഭുക്കളത് ഇതിന്റെ പ്രഭാഷണമൊക്കെ കേട്ടതിന് ശേഷം ഭഗവാൻ എന്തെന്ന് അറിയുന്നതെന്നാ പറഞ്ഞു. ഭഗവാൻ കാരണമുണ്ട് ഇപ്പോൾ ജപങ്ങൾ നടന്നു പോകുന്നത് കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ജീവിത സാഹചര്യങ്ങളും മാറ്റം അതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അനുഗ്രഹം ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതേമാതിരി മെയിനായിട്ട് വന്നത് നമ്മുടെ ജീവിത സാഹചര്യമാണ്.
ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതാണ് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ഫുട്ബോളിൽ ഞാനൊന്ന് പറയാനാണ് ഇതിലും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെ കുറിച്ച് എനിക്കെന്താ പറയാനില്ല. എൻ്റെ ഉത്ഭവമാണ്. ഈ വേറെ അതിന് മേലൊരു വാക്ക് എനിക്ക് പറയാനില്ല. കാരണം എല്ലാ രീതിയിലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റി മറിച്ചു ഒരുപാട് ഒന്നും പറയില്ല. ഉത്ഭവം അറിയാൻ ഞാൻ എന്താണ് ഇതൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് പോണില്ലല്ലോ, നമ്മൾ ഇങ്ങോട്ട് വരാനോ വിസിറ്റ് ചെയ്തില്ല. ഏത് സമയത്ത് പോകണം, അപ്പൊ നമ്മൾ പോകും. എല്ലാ സാഹചര്യവും ഉണ്ടാവും. ഇതിനെ പറ്റി പറഞ്ഞു തുടങ്ങിയ എന്റെ ജീവിതത്തിൽ പ്രഭുവിന് ഒരു പാട്ട് അവരുണ്ട്. എന്റെ ഏറ്റവും വിഷമമുള്ള ഒരു ഘട്ടത്തിൽ പ്രഭു കൂടുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ പ്രഭു തമാശക്ക് പറയുന്നത് ഞാൻ പോകുന്നു, പക്ഷെ ഇത്ര പെട്ടെന്നാവും. പിന്നെ പ്രഭു തിരുവനന്തപുരത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ആകെ ഒരു സന്തോഷം. എപ്പോഴെങ്കിലും പ്രഭു നാട്ടിലുണ്ടാവോ അങ്ങനെ എന്നെ കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് 2019 പരിചയപ്പെട്ടപ്പോൾ എന്നെ പെട്ടെന്ന് ഒരുപാട് പേർക്ക് കൊണ്ടെത്തിച്ചു. എനിക്കിപ്പം സംസാരിക്കുമ്പോൾ ഫേസ് ചെയ്യുമ്പോൾ ഗുരുപ്രഭു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എനിക്ക് തിരിച്ചൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞു ഇതെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തു, എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം നല്ലത് മാത്രം പ്രവർത്തിച്ചു പറയാനില്ല. ക്ലാസ് കേട്ട നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. വേറെ എവിടെയാണെങ്കിലും അതൊന്നും പറ്റില്ല. മോനാണെങ്കിലും ആശാരും ഒരുപാട് വിഷമമുണ്ട്. പ്രഭു അതുപോലെ മുമ്പോട്ടുള്ളതും എല്ലാം നല്ല വിഷമത്തിൽ നല്ല ഭാവമായിട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ വരും. ക്ലാസ്സാണ് എനിക്ക് നമുക്ക് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ലായിരുന്നു. നമുക്ക് അതിനനുസരിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോ നാട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു തന്ന ഒരു മുതിർന്ന സഹോദരന് അല്ലെങ്കിൽ ഒരു
അച്ഛന്റെ സ്ഥാനമൊക്കെ മനസ്സിലുണ്ടായിരുന്നു പ്രഭു. ക്ലാസ് എന്റെ അമ്മൂമ്മ ഇവിടെ വന്നപ്പോ അമ്മൂമ്മേനെ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം, പുള്ളിക്കാരി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് അങ്ങനെ എല്ലാരും ഇതാവുന്ന ആളല്ല. പക്ഷെ പ്രഭുവിന്റെ ക്ലാസ് ഒരാഴ്ച കുറച്ച് ക്ലാസ്സുകളെ കേൾക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ അമ്മൂമ്മ മാറിപ്പോയി. ഇപ്പൊ മാല 16 മാല ജപിക്കും, വല്ലാണ്ട് മാറ്റം വന്നു. നമ്മുടെ വീട്ടിലും എല്ലാരും ചോദിക്കും ഏത് ക്ലാസ് കേൾപ്പിച്ചിട്ടാണ് അമ്മൂമ്മേനെ ഇത്രയും മാറ്റിയെടുത്തേന്ന് ചോദിക്കും. കാരണം ഇത്ര പ്രായമായാലും നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ. പ്രഭുവിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവറുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പ്രഭു ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ പോലെ അല്ലല്ലോ. നമുക്ക് ഒളിച്ചും നമ്മളിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ വരുന്നതും സൗണ്ട് പുറത്തേക്ക് കേൾക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. തോന്നുന്നു പ്രഭു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീ ആവും, കുറച്ചും കൂടി. എന്നാലും എന്താ പറയാ, പ്രഭുവിനെ എല്ലാ ആശംസകളും. നാട്ടിൽ പോയിട്ട് കൂടുതൽ ഷാറൂഖിലേക്ക് പോകാൻ. പിന്നെ എനിക്ക് പ്രഭുവിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു. പല ക്ലാസ്സുകളിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പലതും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടോ. പ്രഭു എന്തോ ഒരു 6th സെൻസ് പോലെയാണ്. പിന്നെ പ്രഭു തോന്നിയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഞാനങ്ങനെ സംസാരിക്കുന്ന ആളല്ല, അങ്ങനെ ചോദിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും. പക്ഷെ പ്രഭു പെട്ടെന്ന് അത് പുള്ളിന്ന് എടുത്ത് പറയും. ഞാനിവിടെ പ്രഭുയോടെ എപ്പോഴും പറയാറുണ്ട്, പ്രഭു എങ്ങനെയാണ് അത് പറഞ്ഞത്. ആ ക്ലാസ് പെട്ടെന്ന് ആ ഒരു ടോപ്പിലേക്ക് വരും. എന്ത് നമ്മുടെ മനസ്സിൽ ചോദ്യം വരുന്നോ അത് പിറ്റേ ക്ലാസ്സിൽ സംസാര വിഷയമായിട്ട് അത് പ്രഭു പെട്ടെന്ന് സംസാരിക്കും, അതിനെ കുറിച്ച് പെട്ടെന്ന് പറയും. അത് എങ്ങനെയാണ് പ്രഭു എന്ന് പറയാൻ, എനിക്ക് അത് ചോദിക്കണം. ഞാൻ കുറെ കാലങ്ങളായിട്ട് വിചാരിക്കുന്ന കാര്യം. ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റും. ജപത്തിനെ കുറിച്ചിട്ടൊരു ഇത് ജപിക്കുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ സ്ലൈഡൊക്കെ ഉണ്ടാക്കി ഒരു പ്രാവശ്യം ജയപ്രഭുവിന്റെ പഴയ വീട്ടില് പരിപാടിയൊക്കെ ആയിരുന്നു. പ്രഭു അന്നത്തെ വിഷയം എടുത്തത് ജപത്തിനെ പറ്റിയില്ല. ഞാൻ പ്രഭുവായിട്ട് സംസാരിച്ചിട്ടില്ല ഈ സംഭവം. നമ്മൾ സൈഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പ്രഭു അന്ന് വിഷയം എടുത്തത് ജപിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ ടോപ്പിക്കാണ്. ആൻസർ പൊട്ടത്തരം പറയുന്നത് ഗുരുവിന്റെ പ്രധാന കൃപയാണ്. ഇതിന്റെ ഒന്നുമില്ല അറിയാവുന്ന വ്യക്തിയാണ്. അപ്പൊ അന്നേരം അവര് തോന്നിക്കും ഇവിടെ ഒരു അന്നേരം മനസ്സിൽ തോന്നി ഒരുപാടുള്ള ഒരു കൃഷ്ണ ലിംഗ അന്നേരം തോന്നിപ്പിക്കും. ഹരേ കൃഷ്ണ. ദീപ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ദീപ മാതാജി വീഡിയോ ഒന്ന് ഓണാക്കിക്കോളൂ. വീഡിയോ ഓണാക്കി കുറച്ച് നെറ്റ് കുറച്ച് സ്ലോയാ പ്രഭു. കുഴപ്പമില്ല മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ ഗുരുപ്രഭു. ഹരേ കൃഷ്ണ മാതാജി പ്രഭു. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഗുരുപ്രഭുവിന്റെ ശിക്ഷണത്തിൽ ഭഗവത്ഗീത അഭ്യസിക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രഭുക്കന്മാരൊക്കെ പറഞ്ഞ പോലെ നമുക്കൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ശരി, പ്രഭു ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരെയും ആ ഒരു കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ. പിന്നെ പ്രഭുവിന്റെ ശിക്ഷയാകാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. എപ്പോ പ്രഭു നമ്മളെ കണ്ടാലും ഫിസിക്കൽ ക്ലാസ്സിൽ വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ പ്രഭു ആദ്യം ചോദിക്കുന്ന മാതാജി സുഖമാണോ, ജപിക്കുന്നുണ്ടോ, ഈ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രഭുവിൽ നിന്ന് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. എപ്പോഴും പ്രഭു അങ്ങനെയാണ് ചോദിക്കുന്നത്. പിന്നെ ജയേഷ് പ്രഭുവും ശ്രീകുമാർ പ്രഭു ഒക്കെ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് പ്രഭു ക്ലാസ് എടുക്കുന്നത്. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണേലും ചോദിക്കാം. നമുക്കൊരു എന്താ അത്രയും സമയം ക്ലാസ് നീണ്ടു പോയാൽ പോലും നമുക്കൊരു ബോറിംഗ് ഇല്ല. കാരണം അത്രയും പ്രഭു ലളിതമായിട്ടും രസകരമായിട്ടുമാണ് പ്രഭുവിന്റെ ക്ലാസ് എടുക്കാറ്. പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ പ്രഭുവിനെ പ്രഭു എവിടെ പോയാലും പ്രഭു നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ്. എന്ത് വിഷമം വന്നാലും പ്രഭു നേരത്തെ ആരോ പറഞ്ഞതുപോലെ നമുക്ക് അത് നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മളെ അത് ഹീൽ ചെയ്യിക്കാൻ പ്രഭു നല്ലൊരു റോള് എന്റെ ജീവിതത്തിലും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പ്രഭുവിന്റെ അനുഗ്രഹവും പ്രഭുവിന്റെ സപ്പോർട്ടും എല്ലാം എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മള് മറ്റുള്ള സാധാരണ ഗുരുക്കന്മാരുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുരുപ്രഭുവിനുള്ള ഒരു സ്പെഷ്യൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഗുരുവിലുള്ള ഭയങ്കര വിശ്വാസം. അദ്ദേഹം ഗുരുവായിട്ട് തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മൈൻഡിൽ കൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഗുരുവിലുള്ള വിശ്വാസം, രാധാറാണിയിലുള്ള ഭക്തി, പിന്നെ ബലരാമിലുള്ള ഭക്തി, ഗൗരനിറ്റായിലുള്ള ഭക്തി, ഇത് മൂന്നും എടുത്തു പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ള ആചാര്യന്മാരുടെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഗൗരംഗിൽ അത്ര ആ ഒരു ഇതില്ലായിരിക്കും, അല്ലെങ്കിൽ രാധാറാണിയിൽ ഒരു വിശ്വാസക്കുറവ്, കുറച്ചിത് കുറവായിരിക്കും. ഭഗവാനിലായിരിക്കും അവരെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രഭുവിന് ഗുരുവിലുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസം, അതുപോലെ തന്നെ ഗൗരംഗിലുള്ള ആസക്തി, അതുപോലെ തന്നെ രാധാറാണിയിലുള്ള പ്രേമം, ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ വിട്ടുപോയതാണ്, അപ്പൊ ഞാനൊന്ന് കൂട്ടിച്ചേർത്തു. ഇനി അടുത്തത് ആർക്കെങ്കിലും ജ്യേഷ്ഠ പ്രഭു, കൃഷ്ണചൈതന്യ പ്രഭു എന്തെങ്കിലും അടുത്ത ചടങ്ങ്. കുറെ ആഴ്ചകളായി പ്യൂറിഫിക്കേഷൻ ആയിരിക്കും. അതെ, അനേകം സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ചക്രയില് ഒരു ചക്ര വിളിച്ചിട്ട് നമ്മുടെ പലരും ഭാഷയില്ലാത്ത പറയും ചക്ര, അത് വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും ക്ലാസ് 195 മെമ്പേഴ്സുള്ളതുകൊണ്ട് 75% ആൾക്കാർക്കും ഒരു ക്ലാസ്. അതിന് റീസെന്റ് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുതിയൊരു പ്രത്യക്ഷ തുടങ്ങി പ്രേമനിൽ. അപ്പോ 2 ഉണ്ട്. 25 കോട്ടീസ് സീനിയർ കോട്ടീസ് പിന്നെ വേറൊരു ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങി. അതിന് ഒരു കുട്ടി ഒരു നോൺ വെജ് ഒക്കെ കഴിക്കുന്ന മോളുടെ ഫ്രണ്ടാണ്. ഈ കുട്ടി കൺട്യൂറിഷൻ പിന്നെ എന്താണ് സയൻസ്, അത്ര ഈസി ആയിട്ടുള്ള സയൻസ് അല്ലേ, ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സയൻസ് അല്ല. മുന്നോട്ട് വരുന്നത് ഈസി ആയിട്ടുള്ള പാട്ടില്ല. ആൾക്കാർ ആൾക്കാർ പുറമോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. അത്രയും ഹൈ ലെവലിലുള്ള സയൻസ്. അപ്പോൾ ഈ കുട്ടി 2ാമത്തെ സത്സംഗത്തിൽ തൊട്ടാണ് 3ാമത്തെ സത്സംഗം തൊട്ടാണെന്ന് എനിക്കറിയില്ല. ആ കുട്ടിയുടെ അമ്മ ക്ലോറിഫൈ ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് ഈ അമ്മയോട് അച്ഛനോട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് ആരോഗ്യം ചെയ്യണം. ഇങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പ്രഭുവായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കഴിഞ്ഞ കുറെ വർഷമായിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു പേഴ്സണലി. അതുപോലെ സ്പിരിച്വലി കൂടുതലും സ്പിരിച്വലി പ്രഭുവിന്റെ ശുദ്ധത എന്ന് പറഞ്ഞപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പ്രഭുവിന്റെ എഴുതത്തം കൊണ്ടാണ് പ്രഭു ഗുരുവിന്റെയും ഭഗവാന്റെയും അനുഗ്രഹമാണ്. സത്യമാണ്. 50% അവരുടെ 50% നമ്മുടെ എഫേർട്സാണ്. ഇത് അങ്ങനെയാണ് ഈ സംഭവം പോകുന്നത്. നമ്മൾക്ക് 50% എഫേർട്ട് ഇടാൻ പറ്റില്ല, 100% ഇടാൻ പറ്റില്ല. 50% ബേഴ്സിലാണ്. അതാണ് നമുക്ക് ഈ ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മറ്റുള്ള വൈഷ്ണവ ബ്ലെസ്സിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പ്രാധാന്യം പൊതുവെ മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും കുറച്ച് ടൈം. ഒരു വൈഷ്ണവസിന്റെ ബ്ലെസ്സിങ്സ് എന്ന് മാത്രം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ 50%ലാണ്. ബാക്കി 50%ലാണ് നമ്മുടെ 16 റൗണ്ടും ഫോർവേഡ് പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടാവും. ടൈപ്പ് ഓഫ് ഫസ്റ്റ് 2 ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്യൂരിറ്റി അല്ലെങ്കിൽ ശുദ്ധത ഒരു വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു വൈഷ്ണവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശുദ്ധതയ്ക്കാണ് പ്രാർത്ഥന. അല്ലാതെ അദ്ദേഹത്തിന്
ഇംഗ്ലീഷ് അറിയുമോ, ഫ്രഞ്ച് അറിയുമോ, ജർമ്മൻ അറിയുമോ, മലയാളം അറിയുമോ, ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഈ ശാസ്ത്രങ്ങളിലുള്ള നിപുണതയോ, അതൊന്നും ശുദ്ധത. അശുദ്ധത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, 50% അവിടെ, 50% നമ്മളിപ്പോൾ പ്രഭുവിന്റെ സൈഡിൽ ഭയങ്കരമായിട്ട് എല്ലാ രീതിയിലും ആ ഉറക്കമൊക്കെ കളഞ്ഞ് വളരെ കുറച്ചേ പ്രഭു സന്യാസി ഉറങ്ങുന്ന അത്രയൊക്കെ പ്രഭു ഉറങ്ങാറുള്ളൂ. സന്യാസിമാർ സാധാരണ പ്രഭു ഓൾമോസ്റ്റ് 90-20 hours പെർ ഡേ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആളാണ്. അറിയില്ല, പ്രഭു ഒന്നും പറയില്ല. അതാണ് പ്രഭുവിന്റെ 50%. ബാക്കി 50% പ്രഭു പറഞ്ഞ പോലെ ഗുരു മഹാരാജിന്റെ മേഴ്സി, രാധാറാണി, ഭഗവാന്റെ ഇന്റർണൽ പൊട്ടൻസി, അത് കൂടുതലും നമുക്ക് അതിനെ കുറിച്ചിട്ട് രാധാറാണിയെ കുറിച്ച് സംസാരിക്കാറില്ല. ഈവൻ വളരെ ഇവോൾവ് ആയിട്ടുള്ള സന്യാസിമാർ പോലും സംസാരിക്കില്ല. അത്രയും ഒരു ഹൈ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് പറയാൻ പേര് പറയാൻ പോലുള്ള യോഗ്യതയിലാണ്. നമ്മൾ വളരെ ക്യാഷിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പ്രഭു രാധാറാണിയിലും ഗൗരവന്റെ കാര്യം ദേശം പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രഭു മിസ് ചെയ്തതാണ്. പിന്നെ പറഞ്ഞു അതെല്ലാവർക്കും അത് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബ്ലെസ്സിങ്ങിൽ കൂടെ കിട്ടിയിരിക്കുന്ന ടേസ്റ്റാണ്. അപ്പോൾ ആ പ്യൂരിറ്റി കൊണ്ടിട്ടാണ് പ്രഭുവിൽ നിങ്ങൾ ശ്രീമോഹൻ പ്രഭു പറയുന്നുണ്ടായിരുന്നു ജപത്തെ കുറിച്ചിട്ട് ഒരു സെമിനാറോ വർക്ക്ഷോപ്പോ പ്രസന്റേഷനോ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ദിവസം പ്രഭു അത് സംസാരിച്ചു. കാരണം ആ പരമാത്മാവ് കൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്, സോള്, അത് സൂപ്പർ സോൾ. സൂപ്പർ സോൾ ഓൾ ഫോർവേഡിംഗ് ആണ്. അത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊരു പ്രഭുവിന്റെ ഹൃദയത്തിലുണ്ട്, പ്രഭുവിന്റെ ഹൃദയത്തിലുണ്ട്. സൂപ്പർ സോൾ, സോളല്ല സൂപ്പർ സോൾ, അതിനറിയാം. അപ്പോൾ അത് ട്രിഗർ ചെയ്യുന്നതാണ്. പ്രഭു പോലും അറിയാതെ പ്രഭു പറയും. അതിന് പ്യൂരിറ്റി വേണം. അതെല്ലാവർക്കും പറ്റില്ല. അപ്പം അതിൽ ഇത് ചെയ്യുന്നത് കാരണം ശുദ്ധത വേണം. മനസ്സിലായില്ലേ? ഇപ്പൊ കറക്റ്റായിട്ട് ആൻസർ കിട്ടി. പ്രഭു പറയില്ല, പ്രഭു അറിയാം, പക്ഷെ പ്രഭു പറയത്തില്ല എന്ന് എനിക്കറിയാം. പ്രഭു 50%-ലാണ് പ്രഭു പ്രാധാന്യം ഗുരുവിന്റെ ഭഗവാന്റെ ബ്ലെസ്സിങ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭക്തനെ, അപ്പൊ അതാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ കുട്ടിയെ, വളരെയുള്ള കുട്ടിയെ ഒരു 2 ക്ലാസ് കൊണ്ട് പ്രഭു ഒന്നും ചെയ്തിട്ടില്ല, കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കുട്ടിയെല്ല പഠിപ്പിക്കുന്നു. ഭഗവത്ഗീത പ്രഭു പഠിപ്പിക്കാൻ തുടങ്ങി. എന്റെ അച്ഛനെ എന്റെ അയക്കാണ് കൂടെ ഒന്നും ചുമ്മാ ഇരുന്നേ. അതിന് വേറെ ശിക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. മറ്റേ KC ക്ലാസ്സിലൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോഴുണ്ട്. അതാണ് പ്രഭുപാദ പറയുന്നത്, പ്യൂരിറ്റി കോഴ്സ്. പ്രഭുപാദയുടെ ലെക്ചർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായി. ഇംഗ്ലീഷ്, അദ്ദേഹം സ്കോട്ടിഷ് ചർച്ച് കോളേജ് കൽക്കട്ടയിൽ പഠിച്ചാണ്. വളരെ ഫേമസ് കോളേജാണ്, യൂറോപ്യൻ കോളേജാണ്. അതിൽ നിന്നാണ് ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും റൈറ്റിംഗ് നന്നായിട്ട് എഴുതും. നന്നായിട്ട് ബുക്സൊക്കെ അറിയില്ല, ഇംഗ്ലീഷ് ബുക്സ് വായിക്കുന്ന നമുക്കറിയാം. പക്ഷെ വർത്താനം ബംഗാളി ആക്സെന്റ് ആണ്. നന്നായിട്ട് പറയും, പക്ഷെ ബംഗാളി ആക്സെന്റ് ആണ്. ആ ആക്സെന്റ് വെച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ, അമേരിക്കൻസിന്റെ, ഫ്രഞ്ച്, ജർമ്മൻസ്, സ്കോട്ടിഷ്, സ്വിറ്റ്സർലൻഡ്, അങ്ങനെയുള്ള പല കൺട്രീസ്, വെനിസ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അവര് സ്പാനിഷ് ആണ് കൂടുതൽ സംസാരിക്കുന്നത്. അമേരിക്ക പിന്നെ പറയണ്ടത് ഇംഗ്ലീഷ് സംസാരിക്കും. ഇങ്ങനെയുള്ള കൺട്രീസിലെല്ലാം പോയിട്ട് അവരെ പ്രീച്ച് ചെയ്തിട്ട് ഈ ലെവലിലാക്കണം. ഇപ്പൊ നമ്മുടെ ഗുരു, അങ്ങനെ നമ്മുടെ ഗുരുക്കന്മാരിലുള്ള മാക്സിമം ഇന്ത്യൻസ് വളരെ കുറവാണ്. അത് ആ പ്യൂരിറ്റി വെച്ചിട്ടാണ്. ഒത്തിരി ഉണ്ട് മനസ്സിലാക്കാൻ കൈവഴി. രണ്ടാമത് ഒരുപാട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂട്ടിലിറ്റീസ്, പ്രിൻസിപ്പൽസ്, എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ സേവയിലേക്ക് ഉപയോഗിക്കും. ഇപ്പൊ മൊബൈലും അല്ലെങ്കിൽ വേറെ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ നമ്മള് അത് ഭഗവാന്റെ സേവയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനാണ് യൂട്ടിലിറ്റീസ്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പ്രഭുവിന് എന്തൊക്കെയുണ്ടോ വീട്ടിലെ ചെയറാണെങ്കിലും, വീട്ടിലെ കിടക്കയാണെങ്കിലും, വീട്ടിലെ വെള്ളം കുടിക്കുന്ന മഗ്ഗാണെങ്കിലും എന്താണെങ്കിലും അത് ഭഗവാന് ഇതിന്റെ സർവീസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കണം. 3 ബുക്സ് ആർ ദ ബേസിസ്. ബുക്സ് ആണ് ഇതിന്റെ ബേസിസ്. പ്രഭുവാദ് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യമാണത്. മൂന്നാമത്തെ കാര്യം അത് പ്രഭു എഴുതിക്കൊണ്ട് വരുന്ന നോട്ട്സ് എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ ആർക്കും പറ്റും.
അപ്പം എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഞാൻ നമ്മുടെ സീനിയർ ലീഡർ എന്നിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്ത് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇവരുടെ അടുത്ത് പറഞ്ഞു അവർക്ക് പുതുക്കിട്ട് ചോദിക്കണം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹം പിന്നെ പ്യൂരിറ്റി വളരെ അച്ചീവ് ചെയ്താണ്. പ്യൂരിറ്റി ഒത്തിരി അച്ചീവ് ചെയ്യുമ്പോൾ 24 hours 240 hours ആക്കി ഈസി ആയിട്ട് പോയി. 24 മണിക്കൂർ നമ്മൾ ചെയ്യുന്ന കാര്യം 240 മണിക്കൂർ ചെയ്യുന്ന കാര്യങ്ങൾ 24 മണിക്കൂർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ്. മിക്ക ആൾക്കാർക്കും ഇതിന്റെ ഇത് എന്താണെന്ന് പിടികിട്ടേണ്ടത്. സോറി, കൃഷ്ണാർബോധം എന്താണെന്ന് പിടികിട്ടാനായിട്ട് ഒത്തിരി പ്രാക്ടീസിലാണ്. ജന്മാന്തരങ്ങൾ പ്രാക്ടീസാണ്. പറ്റില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള സയൻസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒരൊറ്റ കോളേജ് ബാംഗ്ലൂരിൽ അവിടെ അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്താണെന്ന് അറിയില്ല. അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്താണ് ഗൗരവ ദർശൻ ദാസ് അറിയില്ല. അദ്ദേഹം ഡീനാണ്. ഡീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തി വേദാന്ത വിദ്യാപീഠ് രാധാസാമാരാജ്ഞ ആർക്കെങ്കിലുമൊക്കെ അറിയുമോ? അപ്പോൾ അദ്ദേഹത്തിന് ശേഷനാണ്. അദ്ദേഹം പറഞ്ഞ ടോപ്പ് ലെവലിൽ ഇത് ഗവൺമെന്റിനെക്കാളും ടോപ്പിലാണ് നിൽക്കുന്നത്. പറയാൻ പാടില്ല, അത്രയും അറിവാണ്. ഇതിന്റെ ടോപ്പ്, ഇതിന്റെ ഡീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഈ ഭാഗവതം ഭഗവത്ഗീത ഇതിന്റെ ഉപദേശാമൃതം അതിന്റെ എല്ലാം ഗൈഡ് എഴുതുന്നതാണ്. ഒരാൾക്ക് ഗൈഡ് എഴുതണമെങ്കിൽ എന്തുമാത്രം നോളജ്. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തായിരുന്നൊരു നമ്മുടെ ഒരു ബുക്ക് റീഡിങ് ഉണ്ട്. ബുക്ക് റീഡിങ് ഒരു ഡിപ്ലോമ നമ്മൾ ചെയ്യുന്നു. എത്ര പേർക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി അതിന്റെ ഇനാഗുറേഷൻ ആണ് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കൃഷ്ണാബോധം എന്തെന്ന് എനിക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളിപ്പോഴത്തെ പൊട്ടന്മാര് മൂന്നാമത് പറഞ്ഞു പ്രിൻസിപ്പൽ ബുക്സ് ആർ ദ ബേസിസ് എന്ന് പറഞ്ഞു. Preaching is the essence. The preaching ഇതിന്റെ ഈ 4 കാര്യങ്ങൾ പ്രഭുവാണ് പറഞ്ഞത്. ഇതിന്റെ ബേസിസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇതില്ലെന്നുണ്ടെങ്കിൽ കൊളാപ്സ് ആണ്. ഇതെല്ലാം പ്രീച്ചിങ് അറിയാം. ഇപ്പം ദേശഗുരു പറഞ്ഞ ശ്രീനാഥ് പറഞ്ഞ ഏത് രാത്രിയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു ഗ്ലാസ് പോലും ഗ്യാസ് കഴിച്ചില്ല. എന്തിനാണ് ഗുരു പറഞ്ഞിരിക്കുന്ന വാക്കാണ് അല്ലെങ്കിൽ ശ്രീ പ്രഭുവാദം പറഞ്ഞിരിക്കുന്നത്. ആ പ്രിൻസിപ്പൽസിനെ ഒട്ടും അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കണം. ഇതിൽ മുന്നോട്ട് പോയി കുറഞ്ഞ വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകത്തില്ല, പ്രഭു പോയി കഴിയുമ്പോഴേ മനസ്സിലാകത്തുണ്ട് പ്രഭുവായിട്ട് നിങ്ങൾ എത്രത്തോളം ഇത് സീരിയസ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അല്ലാത്തവർക്കൊന്നും തോന്നില്ല. ഞാൻ വളരെ ഓപ്പണായിട്ട് വന്നില്ല. എനിക്കും ഇതൊക്കെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. നമ്മള് ഇതുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ പ്രഭു ഒരാൾ പോകണം. ഒരാഴ്ച 1 മാസം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇതിൽ ഇച്ചിരി കുറച്ച് ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്രഭുവിന്റെ അഭാവം മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മള് നന്ദകുമാർ പ്രഭുവിനെ നല്ലൊരു ജോലി ചെയ്യുന്ന അദ്ദേഹത്തെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്ന അന്നുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ അദ്ദേഹം ലീവ് കഴിഞ്ഞിട്ട് വരും എന്റെ ചാർജ് പ്രഭുവൊക്കെ സപ്പോർട്ട് ചെയ്യും. ഞാനെന്റെ ആണെന്ന് പറയുന്ന എന്തെങ്കിലും എനി ടൈം എനിക്ക് സപ്പോർട്ടിന് കാണും. അപ്പോൾ പ്രഭുവിനെ ഇപ്പൊ നിങ്ങൾ പലരും പല കാര്യങ്ങളും പറഞ്ഞു. പ്രഭുവിനെ എങ്ങനെ പ്രഭുവിനോട് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹം ചെയ്തതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇവൻ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നമുക്കൊരു നമ്മളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ ആരും ഡ്യൂട്ടി ലെവലിൽ എത്തിയിട്ടില്ല. പ്രഭുവൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ സുബ്രഹ്മണ്യ പ്രഭു അങ്ങനെ ആൾക്കാർ ഡ്യൂട്ടി ആകുന്നില്ല. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇത് നല്ല മനുഷ്യനാകും. ഇത് നല്ല മനുഷ്യനാകാൻ ഒരാൾക്ക് ഡിവോട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് സൈമൾട്ടേനിയസ്ലി ആണ് ഇതിപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കും. അതൊരു ബേസിക് എത്തിക്സ്, ഹ്യൂമൻ എത്തിക്സ് ആണ്. റെസ്പോണ്ടിങ് ടു സംബഡി. അതും എന്താണ് ആരുടെ കാര്യമായി പറയുന്നത്? ആരുടെ കാര്യം? അതൊക്കെ ഇതിന്റെ ഒരു ചെറിയ ബേസിക് സ്റ്റെപ്സ് ആണ്. അതൊക്കെ ഇതെല്ലാം ഇത് കണക്റ്റഡ് ആണ്. വളരെ ഇന്റർ കണക്റ്റഡ്. ഓക്കെ, അതെപ്പോഴും റെസ്പോണ്ട് ചെയ്തില്ല, അത് കുഴപ്പമില്ല, വരാൻ പറ്റില്ല. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.
ഇതൊക്കെ മനസ്സിൽ വെക്കുക. ഇപ്പൊ പറയാനുള്ള കൂടുതൽ സംസാരിച്ചു തന്നെ പ്രഭുവിനെ കുറിച്ച് എത്ര സംസാരിച്ചാലും രാഹുൽ പറഞ്ഞു പറ്റിയിട്ടില്ല. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്ത് എന്തായാലും പറഞ്ഞ ഒന്ന് പ്രഭുവിന് ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് പ്രഭുവിനോട് നന്ദി കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും മൊത്തം പാലിക്കാൻ ബുദ്ധിമുട്ട് കുറച്ചെങ്കിലും പാലിക്കാൻ ശ്രമിച്ചു. ഹരേ കൃഷ്ണ. പ്രഭുവിനെക്കുറിച്ച് ഈ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടതാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പുസ്തകം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പൊ ഈ പ്രഭു അത്രത്തോളം നമുക്കൊക്കെ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കുറഞ്ഞു പോകും. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടെ പറഞ്ഞു ഓരോരുത്തർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇൻവോൾവ് ആവാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്ന ആ പാർട്ടിയോട് നമ്മൾ പോയി കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്റെ അനുഭവത്തിലാണ് ഞാൻ ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം ബാക്കി കാര്യങ്ങൾ ഇപ്പം ഗുരുവിന്റെ അദ്ദേഹം എത്രമാത്രം ചെയ്യുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിവോഷൻ സർവീസിൽ കൂടുതൽ അവാർഡ് ചെയ്ത് പോകലെയാണ് പുള്ളി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞത്. ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, ഒരിക്കലും ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഗുരുവായിട്ട് നേരത്തെ ബന്ധമുള്ള ആയതുകൊണ്ട് പുള്ളിക്ക് ഏത് ഉയരത്തിൽ വേണമെങ്കിലും പോവാം ആ ഒരു ലെവലിൽ. പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടെ ഇതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു, അതിനു വേണ്ടിയിട്ട് ജീവിതം വെച്ചിട്ടുള്ള. അപ്പൊ ഞാനിത് കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കാര്യം, പ്രഭുപാദ് നമ്മുടെ ഗുരുമരാജിന്റെ ഒരു ആദ്യത്തെ സമയത്ത് എന്താണ് ഇപ്പൊ ഇവരുന്ന ഗുരു ശിഷ്യനായിട്ട് അങ്ങനെ കാണാറൊന്നുമില്ല, വളരെ അപൂർവമായിട്ടാണ് കാണുക. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ആദ്യമേ തന്നെ പ്രഭു ചോദിക്കുമ്പോൾ തന്നെ ജപമൊക്കെ എങ്ങനെ പോകുന്നു ഏതൊരു ഗുരുക്കന്മാർക്ക് ചോദിച്ചു. അതേപോലെ തന്നെ പ്രഭുപാദ് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു. അധികം പ്രായമൊന്നുമില്ലല്ലോ ഗുരുവരാജിന്റെ ആദ്യത്തെ സമയത്ത്. ഞാൻ 32 മാൾ ജപിക്കും. അപ്പം ഇതെല്ലാം കേട്ടു പ്രഭുപാദ് ഇതെല്ലാം കേട്ടതിന് ശേഷം ചോദിച്ചു, നീ എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്? അപ്പം 32 മാല ജപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുപാദ് അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, കെട്ടിപ്പിടിച്ചിട്ട് പോകണം പറഞ്ഞു എന്ന് വിചാരിച്ചു. അതൊക്കെ ചെയ്തു. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറവാണ്. 16 മാലയായിട്ട് ജപിച്ചാൽ ബാക്കി സമയം 2 മണിക്കൂറിലായി. ആ 2 മണിക്കൂറെങ്കിലും നീ റീച്ച് ചെയ്യും. ഞാൻ ഇന്നലെ വായിച്ചതാണ്. അപ്പം നമ്മൾ ഇതൊക്കെ കേട്ടു, നമ്മൾ മനസ്സിലാക്കി. ഇപ്പം മാതാജി പറഞ്ഞു എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഇതാണ്. ഈ ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ, പരമാത്മാവും ആയിട്ടുള്ള ആത്മബന്ധം എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ട് നാട്ടില്. ഈ ഒരു ബന്ധമാണ്. അത് അദ്ദേഹത്തിന്റെ ഗുരുവിനറിയാം. അവിടെ വരുന്നവർ എന്താണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിലുള്ള സംശയം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കൂടെ കുറവൊന്നുമില്ല, കറക്റ്റാണ്. ഇൻസ്ട്രുമെന്റ് ആയിട്ട് പ്രഭു വരുന്ന് പറയും, നമ്മളത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. എന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പിന്നെ 3 ഫാമിലി ആയിട്ട് നമ്മുടെ പ്രസാദം പ്രഭു ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് പോയി ഒരു യാത്ര പോയി ധരിക്കണം. അത് മൂകാംബികയിലും പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നില്ല, ഉടുപ്പിയിൽ വന്നു. ഉടുപ്പിയിൽ വന്നപ്പോൾ അവിടെ ഭയങ്കര രഥയാത്ര. അവിടുത്തെ രഥം നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് എന്റെ ചെരുപ്പ് പോയി. സാധാരണ അമ്പലങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക? അവിടെ പ്രീച്ച് ചെയ്യാനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ. ഒരു ചെരുപ്പ് പോയെന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോയി, വേറെ ചെരുപ്പ് വാങ്ങിക്കുക, അത്രയല്ലേ ഉള്ളൂ. പ്രഭുവിനടുത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ ചെരുപ്പ് പോയി എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ മനസ്സിൽ ചെരുപ്പ് വാങ്ങിക്കുക, അവിടെ ഇങ്ങോട്ട് മാറി ചെരുപ്പ് വാങ്ങിക്കുക. പ്രഭു എടുത്ത് പറഞ്ഞു, പോയത് നന്നായി, പോയത് നന്നായി. ഇതുവരെയുള്ള കാമ്പുകാലം പോയി. ഇത് നമ്മളെ കൊണ്ടാവില്ല. ഇതുവരെ ഉണ്ടായിരുന്ന കർമ്മഫലം പോയി. എനിക്ക് ഞാൻ ചെരുപ്പ് ആരെങ്കിലും കൊണ്ടു തന്നാൽ പോലും നിങ്ങളുടെ ചെരുപ്പ് മറന്നുപോയില്ല അതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രീച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് എന്ത് കിട്ടുന്നോ നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇട്ടിരിക്കുന്ന ഓരോരുത്തർക്കും എന്നേക്കാൾ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എല്ലാവർക്കും പ്രഭുവിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തിരിച്ചെന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് ഇനിയിപ്പോ ഒന്നും വേണ്ട. എങ്ങനെ നമ്മൾ കൊടുത്തിട്ട് അങ്ങോട്ട് ഉയർന്നു പോകാനായിട്ടൊന്നുമില്ല. അദ്ദേഹം തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് ഉയർന്നു പോകാം. അതുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും ഗുരുപ്രഭു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ മോണിറ്റർ ചെയ്യാൻ ആരുമില്ലല്ലോ. പക്ഷെ അതിന്റെ മുകളിൽ ആളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്
ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വഴിതെറ്റി പോകാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്റെ കാര്യത്തിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന് കൊടുക്കുന്ന ദക്ഷിണ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇതിൽ പങ്കെടുക്കുക, വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്താൽ മതി, അല്ലാതൊന്നുമില്ല. ഇനി പ്രീച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രീച്ച് ചെയ്തിട്ട് ഇത് നടക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രീച്ച് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് കേൾക്കുക, എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കുക പറ്റില്ല. അതിൽ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർന്നു. ഇല്ലെങ്കിൽ പ്രഭു പറഞ്ഞിട്ട് ഒരു 4-5 പ്രോഗ്രാം നമ്മൾ സ്ലിപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവരോടും പ്രഭുവിന് ഒരു ആദരം കൊടുക്കാണ്. നമ്മൾ എല്ലാവരുടെയും കൂടെ കൂടി എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എല്ലാവരും ചേർന്നുള്ളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ കൃഷ്ണ. എനിക്ക്
ഒരുപാട് നാളായിട്ട് ഞാൻ പ്രഭു ആഗ്രഹിക്കുന്ന ഒരു കാര്യവും എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്തതായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഇതുവരെയും ചെയ്യാനുള്ള യോഗ്യത ആരും എനിക്ക് അറിയിച്ചില്ല. പ്രഭു ഇതാണ് സെൽഫ് ആപ്ലിക്കേഷൻ. ഇരിക്കുവോ? താങ്ക് യു. അതൊരു വലിയ സംഭവമുണ്ട്. പ്രഭുവിന്റെ ഈ യാത്രയിലും കൂടെ പങ്കെടുക്കാനുണ്ട്. അതുപോലെ എനിക്കൊരു സ്ഥലത്ത് യാത്രയ്ക്ക് കൊണ്ടുപോകണം. പ്രസാദം പ്രസാദം കഴിച്ചോ? അല്ലെ കുറച്ച് അവരോട് ഹരേ കൃഷ്ണ ദീപ മാതാജി, ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ക്ലോസ് ചെയ്യണേ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ.